Ladies and gentlemen, Surya is back. പക്ക മാസ് പട അണ്ണ താണ്ഡവാടി വെച്ചിട്ടുണ്ട്. സൂര്യയുടെ ഗോഡ് മോഡ് എൻട്രി വേറെ ലെവല് പൊളിച്ചടുക്കി കിടില ഇരുന്ന ഇരിപ്പ് രോമാച്ച് കണ്ടില്ലേ കണ്ടില്ലേ കിടില പറഞ്ഞു. വെൽക്കം. കിടിലം പടം. ഒരുപാട് നാൾക്ക് ശേഷം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണുന്നതാണ്. പടം കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംബാക്ക് തന്നെയാണ് ബ്രോ, ഒന്നും പറയാനില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അറ്റ്ലാസ്റ്റ് കറുപ്പ് കണ്ടു. എനിക്ക് സാധനം ഇഷ്ടമായി, എനിക്ക് വർക്കായി. അല്ല, ഒരു പക്ക കൊമേഴ്ഷ്യൽ പടം. കഥ ഇനി അവസാനിച്ചിട്ടില്ല. െല്ലാം ഒരു അഭിപ്രായമാണുള്ളത്. ഞാൻ വ്യത്യസ്തനാവേണ്ട സമയമായിരിക്കുന്നു. പടം കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെന്ന് പറയാം. நாங்கள் இப்போ சூர்யாவோட கருப்பு மூவி பார்த்து வந்துட்டு இருக்குது. என் ஃப்ரெண்டு சத்து போச்சு. ஆர் பாலாஜி, சூர்யா, நீங்க தான் இதுக்கு காரணம். എന്താ എന്റെ ഉദ്ദേശം? படம் பார்த்து எல்லாரும் சத்து போச்சு. என்னடா படம் பண்ணி வச்சிருக்கடா ஆர் பாலாജി, என்ன மாதிரி அபராதம். എനിക്ക് പടം അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. യെസ്, ഞാൻ വ്യത്യസ്തനായിരിക്കുന്നു. ഐ ആം ഡിഫറെന്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ஏன் தமிழ் இனிய மக்களோடு, என் மலையாளி மக்களோடு இந்த படம் பார்க்க கூடாது. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. சூர்யா, இதுக்கும் நல்லா நீங்க ரீல்ஸ் பண்ணலாம். 30 செகண்ட் ரீல்ஸ், பெங்காலி ரீல்ஸ் பண்ணலாம் உங்களுக்கு. പ്രേമ ഒന്ന് പിടിച്ച് എനിക്ക് ഇത്തിരി പണിയുണ്ട്. சூர்யா ஃபேன்ஸ் கொஞ்சம் லெட்டராவது போட்டு சொல்லுங்க சூர்யா கிட்ட, இந்த மாதிரி அபராதங்களை போய் பண்ணக்கூடாது. നീയാണല്ലോ കോടതി ഓടാമയില്. എന്റെ മക്കൾ ഇത് ഞാൻ തമിഴ് പറയാൻ കാരണം എന്താ, നാല് തമിഴന്മാരെങ്കിലും കണ്ടിട്ട് പോവാതിരിക്കട്ടെ ചേട്ടാ. എന്താ അപരാധമാണ്? അങ്ങനത്തെ ഒരു എ ക്ലാസ് ബോംബല്ലടോ ഇത് ആറ്റം ബോംബ്. സൂര്യന്റെ ന്യൂക്ലിയർ ബോംബ്. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.